കലിംഗ് രാജാവിനോട് ഒരു വീട്ടമ്മ വേദപഠനം കുട്ടികൾക്ക് നൽകാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജാവ് പറയുന്ന മറുപടി നിങ്ങൾ തന്നെ കേൾക്കും. കഴിഞ്ഞാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട്. അതേപോലെ തന്നെ നിർബന്ധിതമായിട്ടും അവർക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും വേദപാടുണ്ട്. നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. എല്ലാം കാണുന്നത് അവർ ടി വി കൂടെയാണ്, മഹാഭാരതം രാമായണം ഒക്കെ. അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ നമ്മളെ മതത്തെ കുറിച്ചൊന്ന് അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത്. നിങ്ങളുടെ MLA യോട് ചോദിച്ചോ? പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ്. നിങ്ങളിത് ന്യായമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യമാണ്. പരിഹാരം എങ്ങനെ കാണാനാണ്? പരിഹാരം ഇതേ ഉള്ളൂ. MLA അത് സാധിക്കണം. ഇല്ലെങ്കിൽ അത് സാധിച്ചു തരുന്ന ഒരു MLA നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കുക. MLA മാത്രം തെരഞ്ഞെടുത്താൽ പോരാ, ഒരു ഭരണം ഇവിടെ വരണം. എല്ലാവർക്കും തുല്യത വരും. മദ്രസയും നടക്കും, കാറ്റക്കിസം ക്ലാസ്സും നടക്കും, വേദപഠനവും നടക്കും. രാജാവ് പറയണം അവരുടേതായ MLA മാത്രമല്ല ഒരു ഭരണം അവരുടേതായ ഉണ്ടായാൽ എല്ലാവർക്കും ഒരുപോലെ, എന്ന് വെച്ചാൽ മദ്രസയും ബൈബിൾ ക്ലാസ്സും വേദപഠനവും എല്ലാം കൃത്യമായി നിർവഹിക്കുമെന്ന്. കുറച്ചു കാലം മുമ്പേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവ്? അതെന്തായിരുന്നു? ഒന്ന് ഓർത്തു നോക്കൂ. മദ്രസകൾ അടച്ചുപൂട്ടണം എന്നല്ലേ ആ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ലേ? ഇവരുടെ മനസ്സിലിരിപ്പ് എന്തെന്ന് എല്ലാവർക്കും അറിയാം. ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നുമല്ല, ന്യൂനപക്ഷ വിഭാഗത്തെ അടിച്ചമർത്തി ഒരു ഹിന്ദുത്വ മേൽക്കോയ്മ സൃഷ്ടിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മുടെ കലിംഗ് രാജാവ്. കലിംഗ് രാജാവ് അടുത്തതായി വീണ്ടും അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് കിറ്റുമായി വരുന്നവർക്കല്ല, കിറ്റ് കൊണ്ടുവന്നതിന് മുഖത്ത് വലിച്ചെറിയുക എന്ന്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആവലാതികളെല്ലാം ആവോളമുണ്ട്. എന്താ ഇതിന്റെ പ്രതിഫലനം ഇലക്ഷൻ വരുമ്പോ കാണുന്നില്ല? കഴിഞ്ഞ തവണ കിറ്റ് തന്ന് നിങ്ങളെ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കിറ്റുമായി വന്നാൽ അവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം. തയ്യാറാണോ? ഇല്ലെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാനൊക്കത്തില്ല. ഒരു തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പൂരം കലയ്ക്ക് എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അക്കാലത്തല്ലേ 29 രൂപയ്ക്ക് ലോറിയിൽ റോഡ് നിങ്ങളെ കൊണ്ട് ഭാരത് റൈസ് നൽകിയത്. എന്നിട്ട് എന്ത് ആ ഭാരത് റൈസ് ഇപ്പോൾ എവിടെ? ഇപ്പോൾ കിട്ടുന്നുണ്ട്. എവിടെയെന്ന് അറിയാമോ? റിലയൻസ് ഔട്ട്ലെറ്റുകളിൽ മാത്രം. സാധാരണക്കാർക്ക് ലഭിക്കുന്ന പലചരക്ക് കടയിലോ സപ്ലൈകോയിലോ സൂപ്പർ മാർക്കറ്റിലോ ഒന്നും ഭാരത് റൈസ് ഇല്ല. എന്നിട്ടാണ് ഇവിടെ നിന്ന് ഈ വീമ്പിളക്കുന്നത് ഈ മനുഷ്യൻ. അതും നെറ്റ് ഫെഡിന് അന്ന് 18 രൂപ 59 പൈസയ്ക്ക് ലഭിച്ച അരിയാണ് ഭാരത് റൈസ് എന്ന് പറഞ്ഞ ലേബലിൽ 29 രൂപയ്ക്ക് ഈ പാവം ജനങ്ങളെ കൊടുത്ത് പറ്റിച്ചത്. അവിടെയും കൊണ്ട് തീരുന്നില്ല. തമ്പ്രാന് 17-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ ഇഷ്ടമില്ല. വിരൽ ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം പ്രജകൾ. കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ്. വീണ്ടും തമ്പ്രാൻ ജനങ്ങളെ കാണുന്നത് പ്രജകളായിട്ടാണ്. 1949 ജൂലൈ 1 ഈ രാജഭരണം അവസാനിച്ചതൊന്നും കലിംഗ് രാജാവ് അറിഞ്ഞിട്ടേയില്ല. കലിംഗ് രാജാവിൻ്റെ കണ്ണിൽ ഇന്നും ജനങ്ങൾ പ്രജകളാണ്. സാധാരണ ജനങ്ങളാണ് ഈ കലിംഗ് രാജാവിനെതിരെ പ്രതികരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇനിയും രാജഭരണത്തിൻ്റെ കീഴിൽ പോകാൻ ഉദ്ദേശമുണ്ടോ? എങ്കിൽ അദ്ദേഹം പറയുന്നതും കേട്ട് കിളിച്ചുകൊണ്ട് നിൽക്കുക. അദ്ദേഹം പറയുന്ന എന്ത് വിട്ടിത്തരവും കേട്ട് പല്ലിളിച്ച് കാണിക്കാൻ കുറേ മനുഷ്യർ. പ്രതികരിക്കാനുള്ള സ്ഥലത്ത് കൃത്യമായി പ്രതികരിക്കുക തന്നെ വേണം.